സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിലും വർധന. ആലപ്പുഴയിൽ 2 പേർക്കാണ് കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റത്. ഇതിൽ കുട്ടനാട് സ്വദേശിനി ഇന്ദിര മരിക്കുകയും പാമ്പ് കടിയേറ്റ 15-കാരി ചികിത്സയിലുമാണ്. ഇന്ദിരയ്ക്ക് ആന്റിവെനം നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. ശരണ്യ സ്നേഹിതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇതിൽ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ചികിത്സ വൈകി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ജില്ലയിലെ സാഹചര്യം? ആന്റിവെനം എല്ലാ ആശുപത്രികളിലും, നിലവിലുള്ള ആശുപത്രികളിലൊക്കെ ലഭ്യമാണോ? ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് അധികൃതർക്ക് നൽകാനുള്ള മറുപടി എന്താണ്? കായംകുളത്ത്, അതായത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി 2ാം ദിനവും ഈ പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിവസം കായംകുളത്ത് 42-കാരിയായ സെലീനയാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി വൈശംഭാഗം, അതായത് കുട്ടനാട് വൈശംഭാവം പുതുവന വീട്ടിൽ ഇന്ദിര എന്ന 65-കാരിയും പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. സെലീനയുടെ കേസിൽ ആദ്യം ആന്റിവെനം നൽകുന്നതിൽ വൈകി എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം പാമ്പ് കടിയുടെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും കായംകുളം താലൂക്ക് ആശുപത്രി RMO വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആന്റിവെനം നൽകാതിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അത് പാമ്പ് കടിയേറ്റുള്ള മരണമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടുകൂടി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇന്നലെ രാത്രി ഉണ്ടായ മരണമാണ്. അത് ഇന്ദിര എന്ന സ്ത്രീയാണ്. 9:30 മണിയോട് കൂടിയാണ് ഇന്ദിരയുടെ മരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിരീകരിച്ചത്. വൈശംഭാഗത്തെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ മുൻഭാഗത്ത് വെച്ചാണ് വൈകിട്ട് 5:30 ഇന്ദിരയ്ക്ക് മൂർഖന്റെ കടിയേൽക്കുന്നത്. അതിന് മുൻപ് തന്നെ, അതിന് തൊട്ടടുത്ത ദിവസം ഇന്ദിരയുടെ മകൾ തൊട്ടടുത്ത പുരയിടത്തിൽ ഒരു മൂർഖനെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് 5:30 വീടിന്റെ പിന്നാമ്പുറത്തെ ശുചിമുറിയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ആ ശുചിമുറിയുടെ മുൻഭാഗത്ത് വെച്ചാണ് ഇന്ദിരയ്ക്ക് കടിയേറ്റത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആന്റിവെനം നൽകാൻ കഴിഞ്ഞു എങ്കിൽ പോലും രാത്രി 9:30 സ്ഥിതി വഷളാവുകയും ഇന്ദിര മരണപ്പെടുകയുമായിരുന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി 2ാം ദിനവും പാമ്പ് കടിയേറ്റ് മരണമുണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു 14 വയസ്സുകാരിക്ക് കൂടി പാമ്പ് കടിയേറ്റിട്ടുണ്ട്. എരിവ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇന്നലെ രാത്രിയോടെ ആ കുട്ടിക്കും പാമ്പ് കടിച്ചു. അതും മൂർഖൻ തന്നെയായിരുന്നു. മൂർഖൻ പാമ്പിന്റെ കടിയാണ് കുട്ടിക്ക് ഏറ്റത്. തുടർന്ന് നിരവധി ഡോസ് ആന്റിവെനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള കുട്ടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. നേരത്തെ രേണുക ചോദിച്ചതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ആശുപത്രികൾ, താലൂക്ക് തലത്തിലുള്ള ഉൾപ്പെടെ മുകളിലേക്കുള്ള എല്ലാ ആശുപത്രികളിലും ആന്റിവെനത്തിന്റെ ഡോസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കാരണം കായംകുളത്തെ കേസിൽ അത്തരത്തിൽ മരുന്നില്ലായിരുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ 23 ഡോസ് ആന്റിവെനത്തിന്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ആശുപത്രികളിലുമുണ്ട്. രക്തത്തിൽ കലർന്നാൽ മാത്രമേ ആന്റിവെനം നൽകി അത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. മറ്റ് കോശങ്ങളിലേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസ്ക് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 15 മിനിറ്റ് മാത്രം കടിയേറ്റ് 15 മിനിറ്റിനുള്ളിൽ എത്തിയ വീട്ടമ്മ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശ്രദ്ധിച്ചു മുന്നേറുക എന്നുള്ളത് മാത്രമാണ്. ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിൽ ഇഴജന്തുക്കൾ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇത്തരത്തിൽ തണുപ്പ് തേടി വരുന്നൊരു സാഹചര്യം, ഈർപ്പമുള്ള സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് നാട്. തീർച്ചയായും എന്തായാലും ചൂട് കനക്കുമ്പോൾ ആ ആശങ്കയും കൂടുകയാണ്. ആലപ്പുഴയിൽ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന കാര്യമാണ് ശരണ്യ പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.